ഇന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ ഐ ടിയുമാണ്. ഒരുപക്ഷെ പ്ലേസ്മെൻറ്റും മറ്റും ഫെസിലിറ്റീസും ആയിരിക്കാം ഒരുപക്ഷെ ഇതിനുള്ള കാരണം. ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് കുസാറ്റിലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായ ദലീഷ മാമാണ്. ദലീഷ മാം, സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു. ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു വിദ്യാർത്ഥിക്കുമുള്ള ഒരു കോമൺ സംശയമാണ്. എന്താണ് മാഡം ശരിക്കും ഐ ടിയും സി എസും തമ്മിലുള്ള വ്യത്യാസം? ഇതിലേതാണ് മെച്ചം? മെച്ചത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത് എന്താണ് ഐ ടി എന്ന് അറിയുന്നതായിരിക്കും. ഐ ടി എന്ന് പറയുന്ന ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം നമുക്ക് വേണം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ അത് പല തരത്തിലാകാം. നമുക്ക് ഇപ്പോൾ കാലാവസ്ഥയുടെ ഡേറ്റയാകാം, ലീഗൽ ഡേറ്റയാകാം, നമ്മുടെ ഇൻ ആൻഡ് അറൗണ്ട് സോഷ്യൽ മീഡിയ ഡേറ്റയാകാം. ഇതിനെയെല്ലാം പ്രോസസ്സ് ചെയ്യുക, അതാണ് സെക്കൻഡ് ലെയർ. അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതായിരിക്കും മൂന്നാമത്തെ ലെയറിൽ തന്നെ. ഇതാണ് ഒരു ഐ ടി ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അതിൽ ഈ നടുക്ക് നിൽക്കുന്ന ലെയർ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്ന കമ്പ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇൻഫോർമേഷൻ വി കോൾഡ് ഇറ്റ് ആസ് എ ഡേറ്റ. അതിനെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തുമാകാം. അത് കമ്പ്യൂട്ടർ തന്നെ ആവണമെന്നില്ല, മൊബൈലാകാം, ഒരു ബോർഡ്, പ്രോസസ്സിംഗ് ബോർഡ് ബിൽഡ് ചെയ്യാം, എന്തുമാകാം. അതാണ് ഇതിലത്തെ വ്യത്യാസം വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാമെന്നാണ് അതിൽ കൂടുതലും എംഫസൈസ് കൊടുക്കുന്നത്. ബ്രോഡർ ഏരിയ ആണ്. അതായത് എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യേണ്ട മിഡിൽ ലെയർ അതിന് ഉതകുന്ന രീതിയിൽ ബിൽഡ് ചെയ്ത് ആ ഇൻഫോർമേഷനെ എന്ത് പർപ്പസിനാണ് എത്തിക്കേണ്ടത് ആ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി, അതാണ് ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ നടക്കുന്നത്. ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ബിടെക് ഐ ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പല സെമസ്റ്ററുകളിലായിട്ട് മെയിനായിട്ട് പഠിക്കുന്നത് ഏതൊക്കെ കോർ ഏരിയാസ് ആണ് പഠിക്കുന്നത്? കോർ ഏരിയാസിൽ ആദ്യം തന്നെ ഞാൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതിൽ ബേസിക്കലി എന്തു വരും എന്നുള്ളത് അവർ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ചെറിയ സെമസ്റ്റേഴ്സിൽ കുറേ കൂടുതൽ ഫണ്ടമെൻ്റൽസ് അവർക്ക് ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കരിക്കുലം ഒന്നും കൂടെ നമ്മൾ ഇൻലൈൻ വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നടുക്കിരിക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ട് ചെയ്യേണ്ട ലെയറാണ്. അതിൽ കുറേ ഇലക്ട്രോണിക്സ് പാർട്സ് വരുന്നുണ്ടല്ലോ. ഇതെല്ലാം ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വയർ ടെക്നോളജി എന്നാണ് നമ്മളിപ്പം ഒരു ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഐ ടി, ഈ 4 ബ്രാഞ്ചിനെയും ഒന്നിച്ച് നമ്മൾ വയർ ടെക്നോളജി ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ 4 പേരും കൂടി ഒന്നിച്ചാണ് ഇപ്പം സിലബസും സ്കീമും ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഐ ടിക്ക് ഇലക്ട്രോണിക്സ് സപ്പോർട്ട് നന്നായി വേണം. നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ കൊണ്ട് മാത്രമല്ല നമ്മൾ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബിൽഡ് ചെയ്യുന്ന ബോർഡ്, കമ്പ്യൂട്ടിംഗ് ബോർഡ്, ഈ ഡേറ്റയും ഇൻഫോർമേഷനെയും പ്രോസസ്സ് ചെയ്യാൻ പാകത്തിന് ഉള്ളതായിരിക്കണം. അതിൽ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ മൊബൈലും ആകാം, എന്തുമാകാം. നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് നമ്മുടെ ഒരു സബ്ജക്റ്റാണ്. മൊബൈൽ യൂസ് ചെയ്ത് ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മുമ്പിൽ ആപ്സ് വരുന്നുണ്ടല്ലോ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടല്ലോ. മൊബൈലും കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ റോമിങ് അറൗണ്ട് ചെയ്യാൻ വേണ്ടി ആ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാം. ഇതെല്ലാം അണ്ടർ ദ പെർവ്യൂ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി കൺസെപ്റ്റ്. മേഡം, പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇപ്പോഴുള്ളൊരു കരിക്കുലവും ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കുസാറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുമ്പം എങ്ങനെ വിലയിരുത്താം ഈ ഒരു ഇൻഡസ്ട്രി, അതോടൊപ്പം തന്നെ ഒരു അക്കാഡമിക് കരിക്കുലം ഡിമാൻഡിങ്? നമ്മൾ എല്ലാ 4 വർഷം കൂടുമ്പോഴും നമ്മുടെ കരിക്കുലം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ കരിക്കുലം ചേഞ്ച് വരുന്ന 4ാമത്തെ വർഷം ആ കരിക്കുലം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ തലേ വർഷം തൊട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം ബിറ്റ്വീൻ ദ കരിക്കുലം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഇയേഴ്സിൻ്റെ ഉണ്ടാവത്തുള്ളൂ. ഈ കരിക്കുലം എപ്പോഴും ഇൻഡസ്ട്രി അവർ മാർക്കറ്റിന് ഇൻലൈൻ വിത്താണ് പോകുന്നത്.
ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഇൻഡസ്ട്രി മാത്രമല്ല നമ്മളൊരു കരിക്കുലം ഡിസൈനിൽ തിങ്ക് ചെയ്യേണ്ടത്. നമുക്കൊരു അക്കാഡമിക് ഗ്രോത്തിന് ഒരു കുട്ടിക്ക് ഫേർദർ അക്കാഡമിക് ഉണ്ടോണോ, ആ കുട്ടിക്ക് റിസർച്ചിലാണോ താല്പര്യം, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു ഇൻഡസ്ട്രിയെ മാത്രമല്ല നോക്കേണ്ടത് ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യാൻ നേരത്ത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, ഫോർ മോർ ദാൻ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹയർ ദാൻ ക്യുസാറ്റ് പോകണമെങ്കിൽ അവൻ IITs അങ്ങനെയുള്ളിടത്ത് പോകണമെങ്കിൽ അവൻ ഗേറ്റ് ക്രാക്ക് ചെയ്യണം. ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നെങ്കിൽ അവനൊരു 6th സെമസ്റ്റർ തൊട്ടോ 7th സെമസ്റ്റർ തൊട്ടോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. നമ്മുടെ കരിക്കുലത്തിൽ അപ് ടു 5th സെമസ്റ്റർ ഗേറ്റിന് വരുന്ന മെയിൻ സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യും. ഇൻ പാർ വിത്ത് ഇൻഡസ്ട്രിക്ക് വേണ്ട സബ്ജക്ട്സും നമ്മൾ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റ് പ്രോഗ്രാമിംഗ്, ബിഗ് ഡേറ്റ, മെഷീൻ ലേണിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സൈബർ ഫിസിക്കൽ സിസ്റ്റം, ഇതെല്ലാം ഇൻഡസ്ട്രിക്ക് വേണ്ട കാര്യങ്ങൾ. ഇൻ അഡീഷൻ മെയിൻ ഡൊമൈൻ ഓഫ് IT എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇതെല്ലാം നമ്മൾ ഇൻ പാർ വിത്ത് അതിന് നമ്മൾ ആ മാപ്പിംഗ് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ കരിക്കുലം കൊണ്ടുവരുന്നത്. നമ്മുടെ കരിക്കുലം ഇൻഡസ്ട്രി 5.0ക്ക് മാപ്പ് ചെയ്തതാണ്. 5.0 എന്ന് പറയാനത് മാൻ മെഷീൻ ഇൻട്രാക്ഷൻ. കാരണം ഇൻഫോർമേഷൻ ഫ്രം ഇൻഡസ്ട്രി 5.0 നമ്മൾ 2019 സ്കീം സിലബസ്, അതായത് ഇപ്പം റണ്ണിങ് സിലബസ് ഇൻഡസ്ട്രി 4.0 ബേസ് ചെയ്തിട്ടാണ്. 2023 സ്കീം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി 5.0 നമ്മൾ മാപ്പ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കുട്ടികളും ഇപ്പം റൺ ചെയ്യുന്ന ഫസ്റ്റ് ഇയർ കുട്ടികളും ഈ പറഞ്ഞ 2023 സ്കീമിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ സ്റ്റാർട്ടിങ് ഇയറിൽ തൊട്ടിട്ട് തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, സൈബർ ഫിസിക്കൽ സിസ്റ്റം അങ്ങനത്തെ ഫണ്ടമെൻ്റൽസ് തന്നെ പഠിച്ചിട്ടാണ് അവരുടെ 3rd സെമസ്റ്ററായ ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജക്ട്സിലോട്ട് തന്നെ കയറുന്നത്. കാരണം അടുത്തായിട്ട് എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ ഒരു BTech IT പഠിച്ച ഒരാൾക്ക് ഏതൊക്കെ ഫീൽഡിൽ ഏതൊക്കെ റേഞ്ചിലാണ് ജോലി കിട്ടാനായിട്ട് സാധ്യത? കുട്ടികൾ നോർമൽ എല്ലാവരും പറയുന്ന സോഫ്റ്റ്വെയർ സെക്ടേഴ്സിലോട്ട് പോവുക. യെസ്, ഇത് സോഫ്റ്റ്വെയർ സെക്ടേഴ്സിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ കൺസെപ്റ്റിൽ വരാനത് ഇൻഫോർമേഷൻ ടെക്നോളജി, ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഏരിയയാണ്. ഒരു കുട്ടിക്ക് കോഡിംഗ് തന്നെ വേണമെന്നില്ല, അവൻ്റെ കമ്പ്യൂട്ടിംഗ് സ്കില്ല് മതി. കമ്പ്യൂട്ടിംഗ് സ്കിൽ, അവൻ ആ കമ്പ്യൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് മാനേജ് ചെയ്യാവുന്ന, നമ്മൾ കമ്പ്യൂട്ടർ ലിറ്ററസി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഹൈ എൻഡ് വേർഷൻ അവനുണ്ടെങ്കിൽ അവന് ആ ഒരു മാർക്കറ്റിംഗ് സ്കില്ല്, മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് ഉണ്ട് നമുക്ക്. 2023 സ്കീമിൽ നമ്മൾ ഇൻഡസ്ട്രി 5.0 മാനേജ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് സബ്ജക്റ്റാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒരു നോർമൽ ഒരു ഇൻഡസ്ട്രിയുടെ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് അല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ അവനൊരു സോഫ്റ്റ്വെയർ സെക്ടർ തന്നെ പോകുമല്ല, ഇന്ന് നമ്മൾ കാണുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിലോട്ടും കുട്ടികൾക്ക് പോകാം. ഇതിനുള്ള എല്ലാ എന്തൂസിയാസവും ബിൽഡ് ചെയ്യാവുന്ന കണ്ടൻസ് എല്ലാം നമ്മുടെ കരിക്കുലത്തിലുണ്ട്. എന്നും കുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്, എൻ്റെ കോഡിങ് മെച്ചമല്ല, സംടൈംസ് ഐ എം നോട്ട് ഫിറ്റ് ടു ബിഗ് ബ്രാൻഡ് കമ്പനി എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഇവിടെ ഒരു കുട്ടിക്കും നൈരാശ്യപ്പെടേണ്ടില്ല. അവർ നല്ല ടോപ്പ് ലീഡിൽ തന്നെ ഇങ്ങനെയുള്ള പല ഏരിയകളിലും അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അതോടൊപ്പം ഒരു കാര്യം ചോദിച്ചു, ഇപ്പോൾ ഒരു CS-ന് അപ്ലൈ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും തന്നെ, അല്ലെങ്കിൽ CS-നും IT-ക്കും ഒരേപോലെ തന്നെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഒരു പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആർക്കെങ്കിലും ഒരു അപ്പർ ഹാൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷൻ? നോർമലി പുറമേ ഉള്ളൊരു സെനാരിയോ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ബിക്കോസ് അറ്റ് ദ എൻഡ് ദേ ആർ മൂവിങ് ടു സോഫ്റ്റ്വെയർ സെക്ടേഴ്സ് എന്നുള്ളതും കൊണ്ട് ഇവിടെ ഇപ്പോൾ CS-IT-യുടെ മാത്രമല്ല ജോബ് പ്ലേസ്മെൻറ്റ് വരാൻ നേരത്ത് നോക്കുന്നത്. അവർ ഈസി കുട്ടികളെ എടുക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ കുട്ടികൾ എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ സെക്ടറിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നന്നായി തന്നെ പ്ലേസ്മെൻറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അവിടെ എങ്ങും ഒരു CS കുട്ടികളുടെ ഇതിന് താഴേക്ക് IT ഇന്നേ വരെയും പോയിട്ടില്ല, പെർട്ടിക്കുലർലി IT ഓഫ് ക്യുസാറ്റ്. ഈ ഒരു ഫീൽഡിൽ ഇന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന 2 വസ്തുതകളാണ്. സ്റ്റാർട്ടപ്പിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പുകൾ അതുവഴിയുള്ള പ്ലേസ്മെൻറ്റ്, അതിനുള്ള ഒരു അവസരങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയാം. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സ് സ്റ്റുഡൻറ്റ് ലെവലിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പസാണ് ക്യുസാറ്റ്. അതിലൊരു നല്ലൊരു നമ്പർ
IT സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. IT സ്റ്റുഡൻസിന് അതിനുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടി ആയിരിക്കാം കുട്ടികൾക്ക് അതിലോട്ട് താല്പര്യം കൂടുന്നത്. ഈവൻ റൂസ ഫണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് വരുന്ന സ്റ്റാർട്ടപ്പ് വരെയും നമ്മുടെ കുട്ടികൾക്ക് IT ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾ സ്റ്റാർട്ടപ്സ് വഴി ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിൻറ്റ്, ഇൻറ്റേൺഷിപ്പ്. നമ്മുടെ ഫൈനൽ ഇയർ BTechൽ 2 ട്രാക്കുണ്ട്, ഇൻറ്റേൺഷിപ്പ് ട്രാക്ക് ആൻഡ് നോൺ ഇൻറ്റേൺഷിപ്പ് ട്രാക്ക്. ഇൻറ്റേൺഷിപ്പ് ട്രാക്കിലോട്ട് കുട്ടികൾക്ക് ആ വർഷം അവർക്ക് ഇൻഡസ്ട്രി പോകാം, ഓർ ഡിപ്പാർട്ട്മെൻറ്റ് MOU സൈൻ ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻസ്, ഇൻഡസ്ട്രി ഓർ നാഷണൽ ഇമ്പോർട്ടൻറ്റ് ഓർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകാം. ലേറ്റർ ദേ ആർ ഗോയിങ് ടു ബി പ്ലേസ്ഡ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഒത്തിരി കുട്ടികൾ ആ പെർട്ടിക്കുലർ ട്രാക്കിലോട്ട് നമ്മൾ മാപ്പ് ചെയ്തിട്ട്, മാപ്പിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്കും കോൺഫിഡൻസ് ഉള്ളിടത്തേക്ക് മാത്രമേ നമ്മൾ വിടത്തുള്ളൂ. അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. പ്ലേസ്മെൻറ്റ് വഴി കിട്ടിയ ജോബിൻ്റെ ഇൻറ്റേൺഷിപ്പിലോട്ട് മാത്രം വിടുക. MOUs, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊളാബറേഷനുള്ള ഓർഗനൈസേഷൻസിലോട്ട് വിടുക. അപ്പോൾ അതിലെല്ലാം നമ്മൾ ശ്രദ്ധ ചെലുത്തിയാണ് കുട്ടികളെ ഇൻറ്റേൺഷിപ്പിന് വിടുന്നത്. കാരണം അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് അതിലോട്ടൊരു ജോബിലോട്ട് പോകുകയും അവർക്കൊരു പെർമനൻറ്റ് ഒക്യുപ്പൻസി അവിടെ ഉണ്ടാവണം എന്നും നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലോട്ട് വിടുന്നത്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആർ അവർ പാർട്ട്. അവർ 4 വർഷം ഇവിടെ പഠിക്കാനായിട്ട് അവർ നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അവരെ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണ് നമ്മൾ കെയർ എടുത്താണ് അവരെ ഒരു ഇൻഡസ്ട്രിയിലോട്ടും പറഞ്ഞു വിടുന്നത്. അതേപോലെ നാഷണൽ ഇൻറ്റേൺഷിപ്പ് മാത്രമല്ല, നമുക്ക് ഇൻ്റർനാഷണൽ ഇൻറ്റേൺഷിപ്സും ഇവിടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2013 തൊട്ട് കൺസിസ്റ്റൻ്റായിട്ട് ITന്ന് ജപ്പാൻ ഇൻറ്റേൺഷിപ്പിന് കുട്ടികൾ പോകുന്നുണ്ട്. അവിടെ അവർ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുകൊണ്ട് ജോലിക്ക് ഫ്രം 2013 ജോബ് എടുത്ത കുട്ടികൾ ഇന്നേ വരെ ആ ജോബിൽ നിന്ന് ക്വിറ്റിൻ ചെയ്തിട്ടില്ല. വേറൊരു ജോലിയിലോട്ട് അവർ മാറുകയും ചെയ്തു. ദാറ്റ് മീൻസ് ദേ ആർ ഗെറ്റിംഗ് എ ഗുഡ് ജോബ് ദാറ്റ് ഈസ് എ സസ്റ്റൈനബിൾ ആൻഡ് ഗുഡ് ഫോർ ദ ഗ്രോത്ത് എന്നുള്ളതും കൊണ്ടാണ് അവർ ആ ഒരു ജമ്പിങ്, ഇന്നത്തെ സെനാരിയോയിൽ കാണുന്ന ഒരു കമ്പനി ടു കമ്പനി ജമ്പിങ് ഒന്നും അവിടെ കാണും. കാരണം ദേ ആർ ഗെറ്റിംഗ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ. അത് പറഞ്ഞ് അത്രയും കെയർ എടുത്ത് കൂടിയാണ് നമ്മൾ ഒരു കുട്ടിയെ ഇൻറ്റേൺഷിപ്പ് ട്രാക്കിലോട്ടും ഇൻറ്റേൺഷിപ്പിനും വിടുന്നത് ഫോർ ദ ബെറ്റർ ഫ്യൂച്ചർ. ഡിപ്പാർട്ട്മെൻറ്റും ക്യുസാറ്റും കൂടുതലും ശ്രദ്ധിക്കുന്നത് ആ കുട്ടിയുടെ ഇമ്മീഡിയറ്റ് നീഡല്ല, ആ കുട്ടിയുടെ ഒരു ലോങ് ലാസ്റ്റിംഗ് അവൻ്റെ ഫ്യൂച്ചറും കൂടെയും കണ്ടിട്ടാണ് ആ കെയർ നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ നിൽക്കുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് വിദ്യാർത്ഥികളെല്ലാം കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതായത് BTech തന്നെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ 40-ലധികം കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബ്രാഞ്ചുകൾ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡേറ്റ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ബിസിനസ് സ്റ്റഡീസ് ഉൾപ്പെടെയുള്ളത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. ശരിക്കും ഒരു വിദ്യാർത്ഥി ഡിഗ്രി ലെവലിൽ ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നതാണോ, അതോ BTech IT അല്ലെങ്കിൽ CS പഠിച്ചിട്ട് പിന്നീട് ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷന് പോകുന്ന ഏതാണ് ഒരു കറക്റ്റ് ചോയ്സ്? നോർമലി നമ്മളൊരു എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ സ്കൂൾ ലെവൽസിൽ നമ്മൾ ആ കുട്ടിക്ക് എല്ലാവിധ സബ്ജക്റ്റിൻ്റെ ഫ്ലേവേഴ്സും നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു ഫണ്ടമെൻ്റൽസ് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ചൂസ് ചെയ്യാം വേർ ഈ വോണ്ട് ടു നാരോ ഡൗൺ. അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളൊരു ഡിഗ്രി ലെവലിലും വേണ്ടത്. ഒരു നോർമൽ ഒരു BSc എടുത്തു കഴിഞ്ഞാൽ മാത്സ് എടുത്തു, അത് കഴിഞ്ഞാൽ അതിൽ അവർ ഹയറിൽ പോകാനത്തെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലോട്ട് നാരോ ഡൗൺ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഏരിയയിലും നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഗ്രിക്ക് വരാൻ നേരത്ത് ആ കരിക്കുലത്തിൽ ആ പ്രൊഫഷന് മാച്ച് ചെയ്യുന്ന അല്ല അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന് ഫീൽ ചെയ്യാൻ ഉണ്ടായിരിക്കണം. ബിക്കോസ് മാർക്കറ്റ് ഈസ് ചേഞ്ചിങ് ഡേ ബൈ ഡേ. അപ്പോൾ ഫണ്ടമെൻ്റൽ നോളജ് ആ കുട്ടിക്ക് ഉണ്ടാകണം. പിന്നെ ഈ പറയുന്നത് എവിടെ നമുക്ക് കൊണ്ടുവരാം, എല്ലാ AI വേണോ, മെഷീൻ ലേണിംഗ് വേണോ, ബ്ലോക്ക് ചെയിൻ വേണോ, സൈബർ ഫിസിക്കൽ സിസ്റ്റത്തിൽ സ്പെഷ്യലൈസേഷൻ വേണോ എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് ആ കരിക്കുലത്തിൻ്റെ ഇലക്റ്റീവ് പാർട്സുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ എല്ലാം
ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മൾ കോറിലും കാണിക്കണം. അല്ല ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ മാത്രം നാരോ ഡൗൺ ചെയ്യുക അല്ല വേണ്ടത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് ഡേറ്റ പഠിച്ചു, ആ കുട്ടി നെക്സ്റ്റ് അവൻ ഈ ഡേറ്റ എവിടെ വെക്കുന്നു, ക്ലൗഡിൽ വെക്കുന്നു. ഇനി അവൻ അതിൽ കുറേയും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വി നാരോ ഡൗൺ ഇൻ ദ ഇലക്റ്റീവ് ഡിവോപ്സ്. ഡിവോപ്സ് ഈസ് എ ഡോമിനൻറ്റ് ഏരിയ ഓഫ് IT. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഒരു വൺ ഫീൽ അവിടെ കിട്ടും. അല്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കമ്പ്യൂട്ടിങ് ചെയ്യുന്ന പോലെ മൊബൈൽ കമ്പ്യൂട്ടിങ് ഇതിലോട്ടാണ് ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവന് ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണ് അവൈലബിൾ അവിടെ അവന് യൂസ് ചെയ്ത് നോക്കാം. അങ്ങനെ കുട്ടികളെ ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ലേറ്റർ ദേ ക്യാൻ നാരോ ഡൗൺ ടു വിച്ച് ഏരിയ ഹി പ്രിഫേഴ്സ്. ചുരുക്കി പറഞ്ഞാൽ CS അല്ലെങ്കിൽ IT-യിൽ ബിടെക് എടുക്കുന്നതായിരിക്കും ഒരുപക്ഷെ ബെറ്റർ. യെസ്, ആ ബ്രോഡ് ഏരിയ തന്നെ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഹി ഡിസൈഡ് എനിക്ക് ഈ ഏരിയയിലോട്ടാണ് പോകേണ്ടത്. ആ ഏരിയയ്ക്ക് വേണ്ട സഫിഷ്യൻറ്റ് കാര്യങ്ങൾ ആ കരിക്കുലത്തിൽ ഉണ്ടായിരിക്കണം. അതേപോലെ അവൻ അതിൽ ചെയ്തു നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കുക ത്രൂ പ്രോജക്ട്സ് വർക്ക്സ്. മാഡം, ഇതോടൊപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് പല കോളേജുകളുടെയും പ്രോഷൊക്കെ എടുക്കുമ്പോൾ നമ്മളിവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെ BSc IT, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc IT ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഈ പറയുന്ന MSc കോഴ്സുകളും ഈ പറയുന്ന BTech കോഴ്സുകളും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ? ഇതിൽ ആർക്കായിരിക്കും പ്രയോറിറ്റി കിട്ടുന്നത്? അതിന് വേറൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ബാങ്കിങ് സെക്ടറിൽ പോകുന്നു. ഒരു BSc പഠിക്കാൻ എത്ര നാളെടുക്കും? 3 years മതി. നോർമലി നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ കാണുന്നത് പ്രൈവറ്റ് സെക്ടറിലൊക്കെ നല്ലൊരു ഫീസ് കൊടുത്തല്ലേ പഠിക്കുന്നത്. അറ്റ് ദ എൻഡ് അവരെന്താ ചെയ്യുന്നത്? ഒരു IT സെക്ടർ ജോബിലോട്ടാണ് എത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡുണ്ട്, ഒത്തിരി കുട്ടികൾ സാധാ ഡിഗ്രി കുട്ടികൾ പോകുന്ന ഒരു ജോലിയിലോട്ടാണ് പോകുന്നത്. PSc എഴുതുന്നു, ബാങ്കിലോട്ട് പോകുന്നു. അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും പോകാൻ പറ്റുന്ന ഒരു മേഖലയിലോട്ട് അറ്റ് ദ എൻഡ് പോയി ചേരുന്നു. അതിൽ കുറേ കൂടി ഷൈൻ ചെയ്യുന്നത് ആരാണ്? നമ്മളിപ്പം ബാങ്കിങ് സെക്ടറിൽ പോകുമ്പോൾ ഒത്തിരി BTech കുട്ടികൾ ഇരിക്കുന്നു നമുക്ക് കാണാം. എന്തുകൊണ്ട് അവർ ഷൈൻ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ആ കമ്പ്യൂട്ടിങ് സ്കില്ല് അവിടെ ഉള്ളതും കൊണ്ടാണ് അവർക്ക് അത്രയും ഷൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏർലി സെറ്റിൽമെൻറ്റ് പോസിബിളാണ് ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ. മറ്റൊന്ന് പറഞ്ഞാൽ 4 വർഷം പഠിക്കണം, എക്സ്പെൻസ് കൂടുതലായിട്ട് തോന്നും. ഞാൻ പറഞ്ഞ നോർമൽ പബ്ലിക് സെക്ടർ കോളേജസിൽ പഠിക്കുന്നതല്ല, അവിടെ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് പോകുന്ന അവർ തിങ്ക് ചെയ്യുന്ന ബെറ്റർ ഓപ്ഷനാണ് 3 years കൊണ്ട് സെയിം ജോബല്ലേ കിട്ടാൻ പോകുന്നത്. എല്ലാവരും പോകുന്ന പൂളിലോട്ടല്ലേ ഞാനും പോകും. എന്തിനാ ഞാൻ 4 വർഷം ഇത്രയും നമ്പർ ഓഫ് 8 സെമസ്റ്ററും പ്രോജക്റ്റും ലാബും ഒക്കെ ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു ഇത്രയും ഹഡിൽസ് എന്തിനാണ് എടുക്കുന്നത്? വെദർ ഐ ഹാവ് ദാറ്റ് മച്ച് കപ്പാസിറ്റി എന്നും തോന്നും. അത് എൻ്റെ എല്ലാവരും ഒന്നിലല്ലേ എത്തുന്നത് എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. റിയൽ പ്രൊഫഷണലിസം ഉള്ള ഒരാൾ ചൂസ് ചെയ്യേണ്ടത് പ്രൊഫഷണൽ കോഴ്സസിനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു പ്ലേസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഉറപ്പായിട്ടും BTechകാർക്കായിരിക്കും പ്രയോറിറ്റി കിട്ടുന്നത്. അങ്ങനെയാണോ? പ്രയോറിറ്റി കിട്ടുന്നതും ഉണ്ട്. അതിൽ വേറെ ഉണ്ട്, അവൻ്റെ പൊട്ടൻഷ്യൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ മെഷർ ചെയ്യാനത്തെ ഡിഫറൻസും ഉണ്ട്. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മളൊരു പ്രോബ്ലം സോൾവിങ്ങിന് ഇറങ്ങുമ്പോൾ ഹൂ ആർ ആൻ എൻജിനീയർ? ദേ ആർ പ്രോബ്ലം സോൾവേഴ്സ്. നമ്മളെപ്പോഴും ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു പ്രോബ്ലം സോൾവിങ് നേച്ചറിൽ കൂടിയാണ്. അത് നമുക്ക് നന്നായി ഒരു സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നതോ ഒരു നോർമൽ ഡിഗ്രി സ്ട്രീമിൽ നിന്ന് വന്നവരിൽ നിന്ന് നല്ല പോലെ നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. വൺസ് ഹൂ ഈസ് എ പ്രൊഫഷണൽ, ഹൂ ഈസ് എൻ എൻജിനീയർ, ദ സോൾവിങ് പൊട്ടൻഷ്യൽ ഈസ് ഡിഫറെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇത്രയും ലാബുകൾ ചെയ്ത് അവൻ സോൾവിങ് പ്രോസസ്സിലൂടെ അവൻ ചെയ്യും. അപ്പോൾ അവനൊരു മാറ്റർ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വന്നാൽ അവൻ്റെ സോൾവിങ് കപ്പാസിറ്റി. മാഡം, ഈ ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥി BTech IT എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ല, കുറച്ചുകൂടെ ഹയർ സ്റ്റഡീസിനാണ് താല്പര്യമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടും? BTech പഠിച്ചുകൊണ്ടിരിക്കുമ്പം, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ എല്ലാവിധ സബ്ജക്ട്സിനെയും കുറിച്ചുള്ള ഒരു
ഫണ്ടമെൻ്റൽ നോളജ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് നാരോ ഡൗൺ എങ്ങോട്ട് ചെയ്യാം ഈ താല്പര്യം എന്നുള്ളത് ആ കുട്ടിക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മുടെ ഇവിടെ നോർമലി കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ബിടെക് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ 2 ഇയേഴ്സിലോട്ട് പ്ലേസ്മെൻറ്റ് കിട്ടിയ ജോബോ അല്ലെങ്കിൽ ആ ജോബിൽ 2 ഇയേഴ്സ് സ്റ്റിക്ക് ഓൺ ചെയ്യാണ് നോർമൽ ഇവിടുത്തെ ഒരു സെനാരിയോ. ലേറ്റർ അവരെല്ലാവരും ഹയർ സ്റ്റഡീസിന് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് അപ്പോഴത്തേക്കും അവരുടെ ആ ഉള്ളിലുള്ള ഒരു പാഷൻ അവർ ബിൽഡ് ചെയ്യാറുണ്ട്. അവർ നെറ്റ്വർക്കിങ്ങിൽ താല്പര്യമുള്ളവരുണ്ടാകും, സൈബർ സെക്യൂരിറ്റിയിൽ താല്പര്യമുള്ളവരും ഉണ്ടാകും, ക്ലൗഡിൽ താല്പര്യമുള്ളവരും ഉണ്ടാകും. അങ്ങനെ അവർക്ക് നാരോ ഡൗൺ ചെയ്ത് പിന്നെ പോകാം. നമ്മൾ തന്നെ ഇവിടെ ഓഫർ ചെയ്യുന്നൊരു PG കോഴ്സുണ്ട്. അത് ഈ IT-ക്ക് ഏറ്റവും ഉതകുന്ന ഒരു PG കോഴ്സാണ് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് എവിടെയാണ് ഈ ഇൻഫോർമേഷനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ബിസിനസ് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളൊരു PG ഞങ്ങൾക്ക് തോന്നി ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഇൻ്റലിജൻസ് നോക്കാം ഫോർ എ സ്റ്റുഡൻസ് ഹൂ ഹാവ് ടേക്കൺ ദ ഡിഗ്രി. ആ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രി എടുത്ത കുട്ടിക്കും, ഏത് ഡിഗ്രി എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത കുട്ടിക്കും ചെയ്യാവുന്ന ഒരു കോഴ്സ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സെനാരിയോയിലുള്ളതാണ് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഇൻ്റലിജൻസ്. അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ട് എങ്ങനെ ബിസിനസ്സിനെ അനലൈസ് ചെയ്യാം. ഇതേപോലത്തെ PG കോഴ്സസിന് കുട്ടികൾക്ക് ഒരു IT കഴിഞ്ഞ കുട്ടിക്ക് പോകാം. മാഡം, അടുത്തിടെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കേരളത്തിന് ഇഷ്ടംപോലെ IT BTech പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുണ്ട്. ശരിക്കും എന്താണ് ഈ പറഞ്ഞ കുസാറ്റ് ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നത്? അല്ലെ കുസാറ്റിൽ BTech IT പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ലഭിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ ഹോളിസ്റ്റിക് ഗ്രോത്തിന് വേണ്ടുന്ന എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മളിവിടെ കരിക്കുലം ബിൽഡ് ചെയ്തിരിക്കുന്നതും നമ്മൾ ആ കുട്ടികൾക്കുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് സ്റ്റാർട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി അറ്റ്മോസ്ഫിയറിലോട്ട് പോകാം. കരിക്കുലം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻബോക്സ് തിങ്കിങ്ങിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വി ആർ കോൺസെൻട്രേറ്റ് ഓൺ പ്രോജക്റ്റ് ഓറിയൻറ്റഡ് കരിക്കുലമാണ്. അത് 4th സെമസ്റ്റർ തൊട്ടിട്ട് ഒരു ലാബും ഒരു പ്രോജക്റ്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പ്രോജക്റ്റ് സൈഡിൽ കുട്ടികൾക്ക് ബ്രോഡായിട്ട് തിങ്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുകയാണ്. അവർക്ക് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ പ്രോസസ്സ്. ആദ്യം തന്നെ ഒരു ഡേറ്റാബേസ് പ്രോജക്റ്റ് എങ്ങനെ കാണാം, ഇതെങ്ങനെ ഡിസൈൻ ഫേസിലോട്ട് കൊണ്ടുവരാം, ലേറ്റർ ഒരു മൊബൈൽ ആപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ലേറ്റർ അവർക്ക് ഒരു മൾട്ടിമീഡിയ എങ്ങനെ ഇത് യൂസ് ചെയ്യാം, പിന്നെ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഡിസൈനിങ് ഉണ്ട്, ലാസ്റ്റ് ഒരു മെയിൻ പ്രോജക്ട്സ് ഉണ്ട്. അങ്ങനെ കുട്ടി ഒരു 2nd ഇയർ തൊട്ടിട്ട് അവൻ്റെ ബ്രോഡ് തിങ്കിങ് ഇൻ പ്രോബ്ലം സോൾവിങ് ഇൻ ദ പെർട്ടിക്കുലർ കമ്പ്യൂട്ടേഷൻ സ്കിൽ ഏരിയയിൽ നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ കരിക്കുലത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ IT ഈസ് എ പാർട്ട് ഓഫ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ഇവിടെ ഈ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ്, ക്യാമ്പസിൽ നമുക്ക് ഫാബ് ലാബ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഉണ്ട്, R&D ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒത്തിരി ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മെറൈൻ സയൻസ് ഉണ്ട്. ഇവിടുത്തെ എല്ലാം ഡേറ്റ എടുത്തിട്ട് നമ്മുടെ ടെക്നോളജി അപ്ലൈ ചെയ്ത് എങ്ങനെ അതിനെ ഒരു ആപ്ലിക്കേഷൻ ഓർ നീഡ് ഫോർ ദ സൊസൈറ്റി ഓർ ദ അതർ എൻഡ് എന്ന് കൺവേർട്ട് ചെയ്യാനും ഈ ഡെവലപ്പ് ചെയ്യാനും പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ക്യുസാറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ക്യുസാറ്റിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ഏരിയയുടെ ഇറ്റ്സ് എ മെട്രോപൊളിറ്റൻ സിറ്റി. ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാം എന്നും ഈ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്ത് അവരുടെ നീഡിന് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം എന്നും അതിനെല്ലാം പറ്റിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് വി പ്രൊവൈഡ് ദാറ്റ് എല്ലാ ഫാക്കൽറ്റിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. നമ്മളെല്ലാം ആ പ്രോജക്ട്സ് എടുത്തേക്കുന്നതുമാണ്. സോ ദാറ്റ് പ്രോജക്ട്സ് ഈസ് കമ്മിങ് ഡൗൺ ടു അവർ സ്റ്റുഡൻസ് ഓൾസോ. മാഡം, കഴിഞ്ഞൊരു 1-2 വർഷത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ, അതായത് കുസാറ്റിലെ BTech IT ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടോ? ഏതൊക്കെയാണ് അവരുടെ ഒരു സാഹചര്യങ്ങൾ? ഒന്ന് വിലയിരുത്താം.
ഈ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഫസ്റ്റ് പറയാൻ നേരത്ത് ഒരു നോർമൽ ഒരു ട്രെൻഡ് ക്യുസാറ്റി വരുന്നു, ജോലി കിട്ടി ഇറങ്ങുക എന്നുള്ളതാണ്. വരുന്ന എല്ലാ കുട്ടികളും, ഇങ്ങോട്ട് വരുന്ന കുട്ടികൾ റീച്ച് ചെയ്യുന്ന സ്ഥലം, അവരുടെ നേറ്റീവ് പ്ലേസസ് നിന്ന് വരുമ്പോഴും ആ ക്യുസാറ്റി വരികയാണ്, അപ്പം തിരിച്ചു വരുമ്പോൾ ഒരു ജോലിയും കൊണ്ട് വരും. ഇത് ഒരു നോർമൽ ട്രെൻഡ്, ഒരു അക്സെപ്റ്റഡ് ഇതാണ്. ഇറങ്ങാൻ നേരത്ത് 90% കുട്ടികൾക്ക് ജോബ് കിട്ടും. ഇനി അതായത് ഉഴപ്പാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ജോലി കിട്ടും എന്നുള്ളത്. അത് നമ്മുടെ ഒരു ഇത്രയും കാലത്തെ 25 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടുത്തെ ജോബ് ഡ്രീം ജോബ് ആൻഡ് ജനറൽ ജോബായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു കൗണ്ട് എടുക്കാൻ നേരത്തെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് തന്നെ 2 ജോലിയോ 3 ജോലിയോ ഉണ്ടാകും അവൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത്. ഒരു നോർമൽ സെനാരിയോയിൽ പഠിച്ചാൽ മതി ആ കുട്ടിയുടെ. ഒരു ക്യുസാറ്റിലോട്ടൊരു പ്ലേസ്മെൻറ്റ് ടീം വരാൻ നേരത്ത് അവരൊരു കുട്ടിയെ ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അവർക്കറിയാം ഇതൊരു ക്യുസാറ്റിലെ കുട്ടിയാണ് എന്നുള്ള ലെവലിൽ തന്നെയാണ്. അത് ഹാർഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തോ ഒരു ടഫ് ഇവാലുവേഷൻ ഒന്നും ആയിരിക്കില്ല. ഫസ്റ്റ് ഹി ഗോട്ട് എ ക്വാളിഫിക്കേഷൻ ഈസ് എ ക്യുസാറ്റ് ടാഗ് എന്നുള്ളത് നോർമലി ഉണ്ടാകും. നമുക്കൊരു പുറത്തൊരു കുട്ടിയുടെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് അതിൻ്റെ പകുതി ലെവൽ പോലും ഉണ്ടാകത്തില്ല ഒരു ഇൻ്റർവ്യൂ ഇവിടെ നടക്കും. അതായത് എക്സാക്ട്ലി അങ്ങനെ ആയിരിക്കും. ഒരു പ്ലേസ്മെന്റ് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് എത്രയാണ് ഒരു CTC പാക്കേജും അല്ലെങ്കിൽ ഒരു ഡ്രീം പാക്കേജ് എന്നൊക്കെ പറയാൻ? ആ ഒരു പാക്കേജിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെയും കുട്ടികളുടെയും എക്സ്പീരിയൻസ്. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു 30 lakhs 35 lakhs പാക്കേജ് കിട്ടുന്നു എന്നതിൽ ഉപരി കുട്ടികൾക്ക് കൂടുതലും അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലോട്ടാണോ അവർ പോകുന്നത്, ഇതെല്ലാം നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസാണ്. ഹൈ പാക്കേജിൽ പോയ കുട്ടികൾ തന്നെ വിത്തിൻ 1 year ക്വിറ്റ് ചെയ്തിട്ട് അവൻ ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ട് അവൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാക്കേജ് ഈസ് നോട്ട് എ മാറ്റർ ഫോർ ഇവരെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതും ഇവർ എത്തേണ്ടത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അവർക്കൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് അവരുടെ ജോബുകളിൽ അവർ റീറ്റെയിൻ ചെയ്യുന്നത്. മാഡം, ഈ കുസാറ്റ് ക്യാമ്പസിൽ ഒരു BTech IT പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു IT സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം. അവൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ ടാഗ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് ഈ ക്യാമ്പസിൽ തന്നെ അവൈലബിൾ ആണ്. ഈ ക്യാമ്പസ് ഇരിക്കുന്ന ലൊക്കേഷൻ അതിന് സ്യൂട്ടബിളാണ്. ഇതെല്ലാം വെച്ച് കുട്ടികൾക്ക് ആ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാനും വെറൈറ്റീസ് ഓഫ് ഇൻഫോർമേഷൻ ഹാൻഡിൽ ചെയ്യാനും അത് ട്രൈ ഔട്ട് ചെയ്യാനും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ക്യുസാറ്റ് ക്യാമ്പസ്. ഇൻ അഡീഷൻ നോർമലി നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കൊരു ജർമ്മൻ ലാംഗ്വേജ് അറിയണോ, അല്ലെങ്കിൽ ജാപ്പനീസ് അറിയണോ, ഇറ്റലി പോകണോ, ഈ പറഞ്ഞ ലാംഗ്വേജ് എല്ലാം ലേൺ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ക്യുസാറ്റിലുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഹയർ സ്റ്റഡീസിൽ ജർമ്മനി പോകുന്നു, ദേ ക്യാൻ തിങ്ക് ഇറ്റ് ഫ്രം ദ BTech ലെവൽ ഇറ്റ്സ്. അപ്പോഴേ തന്നെ ഇവർക്ക് ഈവനിങ് ക്ലാസ്സിൽ പോയി ആ കോഴ്സ് ജോയിൻ ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാം. യൂണിവേഴ്സിറ്റി എക്സാം തന്നെയാണ് അവർ ചെയ്യുന്നത്, ഈവനിങ് ക്ലാസ്സുമാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ ആഡ് ഓൺസ് ആണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ അവർക്ക് പല രീതിയിലും ഹോളിസ്റ്റിക് ആയിട്ട് അവർക്ക് ഒരു പ്രൊഫഷന് അവൻ്റെ ഡ്രീമിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ അവൻ ഇവിടെ വെച്ച് തന്നെ ബിൽഡ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. പിന്നെ ഈ കോഴ്സ് NBA Tier 1 അക്രഡിറ്റഡ് ആണ്. ഇതൊരു ഓട്ടോണമി പവർ ഉള്ളതും കൊണ്ടും അതിന് ഉതകുന്ന രീതിയിലുള്ള ഫാക്കൽറ്റി പെർഫോമൻസ് സ്റ്റുഡൻറ്റ് പെർഫോമൻസും മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടത്തുള്ളൂ. ഈ അക്രഡിറ്റേഷൻ കിട്ടുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈസി ഇൻ്റർനാഷണൽ എംപ്ലോയബിലിറ്റി ആൻഡ് മൊബിലിറ്റി നമ്മുടെ കുട്ടികൾക്ക് ഒരു ആഡ് ഓൺ കിട്ടുവാണ്. ഇതിൽ 2 പേരും ഈക്വലി ടീച്ചേഴ്സ് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടത്തുള്ളൂ. ടീച്ചേഴ്സ് നല്ലൊരു റിസർച്ച് എൻവയോൺമെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഉള്ളവരായിരിക്കണം. നല്ലൊരു നമ്പർ പേറ്റൻറ്റ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്
പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാക്കൽറ്റി തന്നെ റൗണ്ട് അബൌട്ട് 8+ പേറ്റൻ്റ് ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് പേറ്റൻസ് കിട്ടിയ സാധനത്തെ പ്രൊഡക്റ്റ് ആക്കാനും നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം നല്ലൊരു എക്സ്പീരിയൻസോട് കൂടി തന്നെയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 4 വർഷത്തിനുള്ളിൽ പല കാര്യങ്ങൾ അറിഞ്ഞും കൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റും. Those who are interested in a real academics, we are supporting them in the right sense. Information technology, BTech in Information Technology, ഇന്ത്യയിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ക്യുസാറ്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ ഇൻഫോർമേഷൻ ടെക്നോളജി ബ്രാഞ്ച് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് മീനിങ് ആൻഡ് എസൻസ് ഈസ് ആക്ച്വലി ബിൽഡ് ഫ്രം ഹിയർ. ചിലപ്പം അത് ഇൻഫോർമേഷൻ ടെക്നോളജിയും CS ഒന്നാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് എത്തിയ സ്ഥലങ്ങളിൽ ഇത് റീഡിഫൈൻ ചെയ്ത് പോയതും കൊണ്ടാണ്. വി ആർ സ്റ്റിൽ stick on to what is actually information technology. In 1995, this particular BTech has been started in India. We are the pioneer in this BTech information technology. മാഡം, ഈ ഒരു കുസാറ്റ് ക്യാമ്പസിലെ പ്രത്യേകിച്ചും BTech IT ഡിപ്പാർട്ട്മെൻറ്റിലെ അതുപോലെ തന്നെ PG ഡിപ്പാർട്ട്മെൻറ്റിലെയും ഈ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചും അവരുടെ എക്സ്പെർട്ടൈസിനെ കുറിച്ചും ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഇന്നത്തെ സെനാരിയോയ്ക്ക് വേണ്ട എല്ലാ ഫീൽഡിലുള്ള എക്സ്പെർട്ടൈസും ഫാക്കൽറ്റി സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന AI-യിലുണ്ട്, മെഷീൻ ലേണിങ്ങിലുണ്ട്, ലാംഗ്വേജസിലുണ്ട്, കമ്പ്യൂട്ടേഷനിലുണ്ട്, ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ആൻഡ് മാനേജ്മെൻറ്റിലുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കോമ്പിനേഷൻസിലും ഉള്ള എക്സ്പേർട്സ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് IT. ഈവൻ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോർ IT അത് എങ്ങും എനിക്ക് തോന്നുന്നില്ല ഉണ്ട് എന്നുള്ളത്. അതുവരെയും ആ എക്സ്പെർട്ടൈസ് ഉള്ള ഫാക്കൽറ്റി ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഈ പെർട്ടിക്കുലർ IT ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ലാബ്സ് ആണെങ്കിലും നമ്മൾ ചേഞ്ച് ടു ദ സെനാരിയോയ്ക്ക് അനുസരിച്ച് മാർക്കറ്റ് നീഡ് ആൻഡ് ഫ്യൂച്ചർ സസ്റ്റൈനബിലിറ്റി ഫോർ സ്റ്റുഡൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ലാബുകളുമാണ്. ലാബ് കണ്ടൻസ്, ലാബ് പ്രോജക്ട്സ്, ഇതെല്ലാം നമ്മൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ് ഇത്. ഒരുപക്ഷെ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് സംശയമുള്ളതാണ്, ശരിക്കും എന്താണ് IT, എന്താണ് CS, ഇത് ഒന്നാണോ അല്ലെങ്കിൽ ഏതാണ് മെച്ചം എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂയിലൂടെ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു IT എന്താണ്, അല്ലെങ്കിൽ ITക്കകത്ത് നമ്മൾ പഠിക്കുന്ന കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു IT സ്റ്റുഡൻറ്റിന് കിട്ടുന്നത്, എന്താണ് അതിൻ്റെ റിയൽ എസൻസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെക്ഷനിലൂടെ വിദ്യാർത്ഥികൾക്കും പേരൻസിനും കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു മാം, വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു സെക്ഷൻ. ഇത് ഒത്തിരി വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആകും എന്ന് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിന് ഉറപ്പുണ്ട്. ഈ ഒരു സെക്ഷനിൽ ജോയിൻ ചെയ്തതിന് താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.